ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഈ ഒരു വലിയൊരു വാതിൽ കണ്ടില്ലേ, ഇത് നമ്മുടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ വാതിലാണ് കേട്ടോ. അപ്പം കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തു തന്നെയുള്ള വലിയൊരു ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഞാൻ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടായിരുന്നു ചേട്ടൻ്റെ ഫസ്റ്റ് കെട്ടുനിറ ബജ്ജുവിൻ്റെ ഒക്കെ കേട്ടോ. എന്ത് ഭംഗിയാലേ ഇവിടുത്തെ ഈ ഓഫീസ് കാണാൻ. ഇവിടെ നല്ല ചെടികളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഓടിയിട്ട വീട്. ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് ഗംഭീര പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരമൊക്കെ ഇന്ന് അന്നദാനമുണ്ട്, എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചമ്പള്ളി തറവാട്ടിലുള്ളവരുടെ വകയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ വന്നതാണ് കേട്ടോ. പ്രിയേച്ചിയൊക്കെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു, ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ വകയായതുകൊണ്ട് നമ്മൾ ക്യൂ ഒന്നും നിൽക്കാതെ വേഗം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ജഗന്നാഥേട്ടനും ഭാര്യ ഷീല ചേച്ചി കേട്ടോ. ഇവരുടെ വകയാണ് ഇന്നത്തെ അന്നദാനം. എവിടെയാ സീറ്റ്? നിങ്ങൾ പോരി. ഇവിടെ ഉണ്ടോ സീറ്റുണ്ടോ? സീറ്റുണ്ടോ ചേട്ടാ? ഇതാ രണ്ടെണ്ണം ഉണ്ട്. അയ്യോ നിങ്ങൾ ഇവിടെ ഇരുന്നോളിന്ന. ചേട്ടനവിടെ? ചേട്ടൻ എവിടെ ഇരുന്നോളിന്ന? ആ ഇരുന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ. ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനത്തിനൊക്കെ വന്നിരുന്നു ഞാൻ. ഞങ്ങള് ഉച്ചമ്പള്ളി തറവാടാ. ഇത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഓണർ മുകുന്ദേട്ടൻ്റെ അനിയൻ അനിയും പിന്നെ ഭാര്യ സന്ധ്യയും. അനിയേട്ടനും സന്ധ്യ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാണ്. പിന്നെ രണ്ടാമത്തെ മകള് അനാമിക ലക്ഷ്മീൻ്റെ കൂടെ പ്രസൻറ്റേഷനിലാണ് പഠിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ബന്ധമുണ്ട് കേട്ടോ. പ്രസാദം ഉണ്ണാനുള്ള ക്യൂ കണ്ടില്ല, 4-5 റോ ആയിട്ടാട്ടോ നിൽക്കുന്നത്. അത്രയും മുകളിലും താഴെയൊക്കെ ഉള്ളത് കൊണ്ട് വേഗം പരിപാടി കഴിയും. ഇതിനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ കോട്ടപ്പറമ്പ് വീടുണ്ടാവുമ്പം ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ, എനിക്ക് ഓർമ്മയില്ല, ഇവരൊക്കെ വരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ്റെ കൂടെ ഒരൊറ്റ പ്രാവശ്യം വന്നുള്ളൂ. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ആ തിരക്ക് കണ്ട് പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ല. എല്ലാ ദിവസവും ഓരോ ഗാനമേളകളുണ്ടാവും, ഓരോ പ്രശസ്തരുടെ. ശ്രീനാരായണ ഗുരു നേരിട്ട് വന്ന് ശിവപ്രതിഷ്ഠ നടത്തിയ അമ്പലങ്ങളിലൊന്നാണ് കേട്ടോ ഇത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ചരിത്ര പ്രാധാന്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. കൊണ്ടുപോയ ഒരു ബന്ധത്തിലൊരു കുടുംബമുണ്ട്. ഒരു ഇളയ പെങ്ങളെ കൊണ്ടുപോയ രണ്ട് ചില പാപ്പൻ്റെ മോളെ ഒരു അച്ഛൻ്റെ പെങ്ങളെ മകനായിട്ട് വരും. അച്ഛൻ്റെ പെങ്ങളെ. അപ്പോൾ ഇവരൊക്കെ മറ്റെവിടെയാ? വെള്ളന്നൂരാ? കോട്ടാമ്പറമ്പ്. അതെവിടെയാ? അത് നമ്മളെ ശരിയാ. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠ നടത്തി നാമകരണം ചെയ്യപ്പെട്ട ഈ ഒരു ഐശ്വര്യമുള്ള ക്ഷേത്രം
കോഴിക്കോടിൻ്റെ സർവ്വ ഉന്നതിക്കും കാരണമായി ഇങ്ങനെ ഐശ്വര്യത്തോടു കൂടി നിലനിൽക്കുന്നു. തീയ സമുദായത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു നേരിട്ട് വന്ന് പ്രതിഷ്ഠ നടത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, പിന്നെ ഓളൂ കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.